തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടന്നിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു റിസൾട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിലേതാണ്. കാരണം BJP അധികാരത്തിൽ വരുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിക്കുകയാണെങ്കിൽ അതൊരു വലിയ ചരിത്രമായിരിക്കും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ മാറ്റമായിരിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ BJPയുടെ ഭരണത്തിലേക്ക് വരുന്നു. സംസ്ഥാന തലസ്ഥാനം നിയന്ത്രിക്കാൻ BJP എത്തുന്നു എന്നുള്ളത് വലിയ വാർത്ത തന്നെയാണ്. ദേശീയ തലത്തിലൊക്കെ അതൊരു വലിയ വാർത്തയായിട്ട് മാറും. അപ്പോൾ എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്, ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ്. ഈവൻ കോവിഡ് സമയത്ത് ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു ആവേശം പോലും പ്രകടമായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പ്രത്യേകിച്ച് വലിയ ആവേശമുണ്ടെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. അതുമാത്രമല്ല, പ്രചരണം അത്രയും ശക്തമായി തന്നെ മൂന്ന് മുന്നണികളും UDF ആണെങ്കിലും LDF ആണെങ്കിലും NDA ആണെങ്കിലും ആ രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ആ രീതിയിലുള്ള ഒരു ആവേശം വോട്ടെടുപ്പിൽ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. BJPയുടെ ഒരു കാൽക്കുലേഷൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെയും RSSൻ്റെയും ഒരു ഫൈനൽ അനാലിസിസ് 38 വാർഡുകൾ മുതൽ 51 വാർഡുകൾ വരെ എന്നാണ്. അതായത് 38 മുതൽ 51 വാർഡുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് NDAക്ക് എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് BJPയും RSSും തെരഞ്ഞെടുപ്പിന് ശേഷം എത്തിയിരിക്കുന്നത്. 101 വാർഡുകളാണ് ആകെയുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അതിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 51 വാർഡുകളിലെ വിജയമാണ്. അപ്പം BJPയുടെ ഒരു ഫിഗർ എന്ന് പറയുമ്പോൾ 38 മുതൽ 51 വരെ എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് നിൽക്കുന്നത്. അത് ഏത് രീതിയിലും വരാം. കാരണം പല അണ്ടർ കറൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ ശക്തമാണ്. മേയർ ആര്യ രാജേന്ദ്രൻ പ്രചരണത്തിന് പോലും ഇറങ്ങിയിട്ടില്ല, വീട്ടിലിരിക്കുകയായിരുന്നു. കാരണം അത്രയ്ക്കും രൂക്ഷമായ രീതിയിലുള്ള ഒരു വികാരം ഈ ഒരു ഭരണകൂടത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത്. പക്ഷെ അത് ഏത് രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം പല ഫാക്ടേഴ്സ് ഉണ്ട്. ജാതി മത താല്പര്യങ്ങളുണ്ട്, അതുകൂടാതെ തന്നെ കള്ള വോട്ട്, ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സിനെയൊക്കെ മറികടന്ന് BJPക്ക് ഒരു വിജയത്തിലെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും BJP ഇപ്പോഴും ഗെയിമിൽ തന്നെ ഉണ്ട്. റിസൾട്ട് ശനിയാഴ്ച വരുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ BJPയുടെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ ഒട്ടും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ പാർട്ടിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സാധിച്ചിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് ചില വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തിരുമല അനിലിൻ്റെ ആത്മഹത്യയും അതിനുശേഷം നടന്ന സംഭവവികാസങ്ങളൊക്കെ. പക്ഷെ അതിനൊക്കെ മറികടന്ന് ഒറ്റക്കെട്ടായിട്ട് ഒരു മികച്ച രീതിയിൽ മുന്നേറാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ആ രീതിയിലുള്ള ഒരു പ്രചണ്ഡമായ ക്യാമ്പയിനിങ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് പാർട്ടി നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, അതായത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന മുന്നണിയായി മാറിയാലും BJPയെ സംബന്ധിച്ച് അത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും ഒരു 40 മുതൽ 45 സീറ്റുകൾക്കിടയിൽ BJPയുടെ ഒരു ഫിഗർ വരികയാണെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ലഭിച്ചത് 35 വാർഡുകൾ വീതമാണ്. അപ്പോൾ ഇത്തവണ അതിൽ നിന്നൊരു ജമ്പ് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു അണ്ടർ കറണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു വികാരം, അതായത് ഒരു ഭരണവിരുദ്ധ വികാരം BJP ആണ് ഒരു ഓൾട്ടർനേറ്റ് എന്നുള്ള രീതിയിൽ ജനങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് 51 കടന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റിൽ നല്ലൊരു കോൺടെസ്റ്റ് തന്നെയാണ് LDFും BJPയും തമ്മിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ കോൺഗ്രസിൻ്റെ പെർഫോമൻസ് അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ വെറും 10 വാർഡുകളിലാണ് UDFന് ജയിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇത്തവണ തുടക്കത്തിലൊക്കെ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രചരണമൊക്കെ അഴിച്ചുവിട്ട് ശബരിനാഥിനെയൊക്കെ ഇറക്കി വലിയൊരു പ്രതീക്ഷ ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ആ രീതിയിലുള്ള ആ ഒരു മൊമെൻ്റ് അവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ വന്നതിന് ശേഷം കോൺഗ്രസ് ഒരു അവസാന 10 ദിവസങ്ങളിലൊക്കെ ശരിക്കും ഒരു കൺഫ്യൂഷനിലാണ് നിന്നിരുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്ന, അതായത് 1ഉം 2ഉം സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന വാർഡുകളുടെ എണ്ണം കുറവാണ്. പക്ഷേ LDFും UDFും അല്ലെങ്കിൽ LDFും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്ന വാർഡുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. അതാണ് BJPക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം. തീരമേഖലകളിൽ പലയിടത്തും ഏതാണ്ട് മിക്കയിടങ്ങളിലും മത്സരം LDFും UDFും തമ്മിലാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ തീരമേഖലയിൽ LDF ആയിരുന്നു തൂത്തുവാരിയത്. കാരണം BJP വരുമെന്നുള്ളൊരു ഭയം കാരണം കോൺഗ്രസ്
മേഖലകളിൽ പോലും ആ ഒരു മാറ്റം കാണാൻ സാധിച്ചിരുന്നു ഇടതുപക്ഷത്തേക്ക്. പല സ്ഥലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ കൗൺസിലർമാരാണ് ജയിച്ചത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഇത്തവണ ഉണ്ടാകുമോ, അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്രയും ശക്തമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ തീരമേഖലയിൽ ഏതാണ്ട് ഒരു 15 വാർഡുകളോളം വരും. അപ്പോൾ ആ വാർഡുകളിൽ കോൺഗ്രസിന് ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് BJPക്കാണ് ഗുണം ചെയ്യുക. കാരണം LDFൻ്റെ ടാലി കുറയാനുള്ളൊരു സാധ്യതയാണ് അതുവഴി ഉണ്ടാകുന്നത്. പിന്നെ BJPയും കോൺഗ്രസും തമ്മിൽ മത്സരം നടന്നത് ഒന്ന് പ്രധാനപ്പെട്ട ഒരു വാർഡെന്ന് പറയുന്നത് ശബരിനാഥ് മത്സരിക്കുന്ന കവടിയാറാണ്. അപ്പോൾ കവടിയാറിൽ ശബരിനാഥും മധുസൂദനൻ നായരും തമ്മിലായിരുന്നു മത്സരം. BJP കോൺഗ്രസ് ഏറ്റുമുട്ടലായിരുന്നു. അപ്പോൾ ആ ഒരു വാർഡ് മാറ്റി നിർത്തുകയാണെങ്കിൽ വലിയ ശ്രദ്ധേയമായുള്ള മത്സരം BJPയും കോൺഗ്രസും തമ്മിലില്ല എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. പിന്നെ അതേസമയം തന്നെ CPMും കോൺഗ്രസും തമ്മിൽ വലിയ ഫൈറ്റ് നടന്ന സിറ്റി ഏരിയയിലെ തന്നെ വാർഡുകളുണ്ട്. ഇപ്പം വൈഷ്ണയും അതുകൂടാതെ അംശവും മത്സരിച്ച മുട്ടട വാർഡിൽ ഇത്തവണ വൈഷ്ണവ് വിജയിക്കുകയാണെങ്കിൽ അത് CPMൻ്റെ സിറ്റിംഗ് സീറ്റാണ് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കറക്റ്റ് അനാലിസിസിലേക്കൊന്നും പോകാൻ സാധിക്കില്ല. BJPയെ സംബന്ധിച്ച് BJP പറയുന്നത് BJPക്ക് ലഭിക്കേണ്ട വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. പൊതുവേ ഈ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് എല്ലാവർക്കും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ BJPയുടെ ഒരു അനാലിസിസ് BJPയുടെ വോട്ടുകൾ പരമാവധി പോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ LDFന് കിട്ടേണ്ട പൊട്ടൻഷ്യൽ വോട്ടുകൾ പലതും ലഭിച്ചിട്ടുണ്ട് ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതുകൊണ്ട് എന്നുള്ളൊരു അനാലിസിസും പൊതുവേ ഉണ്ട്. കാരണം LDFൻ്റെ ഇപ്പം പാർട്ടി കേഡർ എന്നുള്ള രീതിയിൽ പാർട്ടിയുടെ ഉറച്ച വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ LDFന് കിട്ടേണ്ട കുറേ വോട്ടുകൾ ഇത്തവണ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം ഒരു താല്പര്യമില്ലായ്മ കാരണം, അതായത് സാധാരണഗതിയിൽ LDFന് ലഭിക്കേണ്ട വോട്ടുകളാണ്, പക്ഷേ വേണ്ട, കാരണം ഈ ഭരണം മോശമായിരുന്നു. അപ്പോൾ ഒരു ആലസ്യം പൊതുവെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. BJPയെ സംബന്ധിച്ച് BJP കൃത്യമായുള്ള ഒരു കർമ്മ പദ്ധതിയുമായി മുന്നോട്ട് പോയിട്ട് തന്നെ ആ രീതിയിലുള്ള വോട്ടുകളൊക്കെ പോൾ ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. പ്രത്യേകിച്ച് കഴക്കൂട്ടമായിരിക്കും ഇത്തവണ നിർണായകമാകാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ തവണ 22 വാർഡുകളാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 28 വാർഡുകളായിട്ട് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ BJPക്ക് 22 വാർഡുകളിൽ 5 എണ്ണത്തിൽ മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. CPMൻ്റെ ഒരു കോട്ട എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്ക് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ സാധിച്ചിരുന്നു. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ലീഡ് നേടിയിരുന്നു. 10,000-ലധികം വോട്ടുകളുടെ ലീഡ് കഴക്കൂട്ടത്ത് നേടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് നല്ലൊരു ക്യാമ്പയിനിങ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ കഴക്കൂട്ടത്തൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നു, നേമത്തൊരു വലിയ ഒരു മുന്നേറ്റം. ഇത് രണ്ടും സാധ്യമാവുകയാണെങ്കിൽ ചിലപ്പോൾ BJP മാജിക് നമ്പർ കടന്നേക്കുമെന്നുള്ള ഒരു അനാലിസിസ് ആണുള്ളത്. എന്തായാലും നേമത്ത് BJPയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവും. കഴക്കൂട്ടത്തും ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കുമെന്നാണുള്ള ഒരു വിലയിരുത്തൽ. പിന്നെ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് എപ്പോഴും RSSന് വളരെ സ്വാധീനമുള്ള സ്ഥലമൊക്കെ തന്നെയാണ്. BJPക്ക് വളരെ ശക്തിയുള്ള മേഖലയാണ്. പക്ഷേ ആ രീതിയിലുള്ള പെർഫോമൻസ് പലപ്പോഴും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ BJPക്ക് നേടാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തവണയും ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെങ്ങനെ അഭിമുഖീകരിച്ച് റിസൾട്ടിൽ എത്തി എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും കൂടുതൽ വാർഡുകളിൽ വിജയിക്കുന്ന മുന്നണിയായിട്ട് NDA മാറുകയാണെങ്കിൽ പോലും അതൊരു വലിയ നേട്ടമായിരിക്കും. ഇപ്പോൾ കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ഏറ്റവും കൂടുതൽ വാർഡുകൾ നേടുക, ഇപ്പോൾ 45 47 വാർഡുകളൊക്കെ നേടാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അല്ലെങ്കിൽ ആ ഒരു മുന്നണിയായിട്ട് NDAക്ക് മാറാൻ സാധിക്കും. അത് ഭരണത്തിലേക്ക് താൽക്കാലികമായെങ്കിലും ഭരണത്തിലേക്ക് മാറാനുള്ള ഒരു വഴി തുറന്നു വിടും. പ്രത്യേകിച്ച് 6 മാസം കഴിഞ്ഞ് മാത്രമേ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാലയളവ്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ BJPക്ക് ഭരിക്കാൻ സാധിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ളതാണ്. അത് ഒരുപാട് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് കേന്ദ്ര പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് പെട്ടെന്ന് തന്നെ നടപ്പാക്കാനുള്ള ഒരു സാഹചര്യമൊക്കെയാണ് BJPക്ക് മുമ്പിൽ അങ്ങനെയാണെങ്കിൽ വരിക. പിന്നെ LDFും UDFും എങ്ങനെ ഇതിനെ സമീപിക്കുമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. UDF വോട്ടിങ്ങിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ BJPക്ക് തുടരാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് ഇപ്പോഴും ഒരു അഡ്വാൻറ്റേജ് തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട്. ഇഞ്ചോടിഞ്ച് മത്സരമാണ് LDFും BJPയും തമ്മിൽ നടന്നത്. പക്ഷേ ഫൈനൽ റിസൾട്ട് എങ്ങനെ വരുമെന്നുള്ളത് നമുക്കിപ്പം കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും BJP ആത്മവിശ്വാസത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച വരെ നമുക്കതിനായിട്ട് കാത്തിരിക്കാം.